കാരുണ്യ പ്രവർത്തനങ്ങളുമായി ഇവിടെ കളക്ഷൻ ശേഖരിച്ചുകൊണ്ട് പൂക്കോട്ടുംപാടം യൂണിറ്റിന് കൈമാറാൻ വേണ്ടിയിട്ടാണ് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെയും മർച്ചന്റ്സ് യൂത്ത് വിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇൻഷുറൻസ് ക്യാമ്പും ജീവകാരുണ്യ ഫണ്ട് സമാഹരണവും സംഘടിപ്പിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസോ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഗസ്റ്റ് 9 ദേശീയ വ്യാപാര ദിനം പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെയും മർച്ചന്റ്സ് യൂത്ത് വിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസോ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി. വ്യാപാര ദിനത്തോടനുബന്ധിച്ചൊരുക്കിയ പോസ്റ്റൽ ഇൻഷുറൻസ് ക്യാമ്പും ജീവകാരുണ്യ ഫണ്ട് സമാഹരണവും വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതി അംഗത്വ ക്യാമ്പയിനും PTS മൂസോ ഉദ്ഘാടനം ചെയ്തു. സംവിധാനം നമ്മുടെ ഓഫീസിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവ വളരെ ചെറിയൊരു പ്രീമിയം, ഒരു വർഷത്തിൽ 500 രൂപ എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായ, ലഭിക്കുന്നത് വലിയ വലിയ ആനുകൂല്യങ്ങളാണ്. മാത്രമല്ല, ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമല്ല, ഇന്ത്യ ഗവൺമെന്റിനാണ്. അപ്പൊ ഗവൺമെന്റിന്റെ പദ്ധതികളൊക്കെ സഹകരിക്കുക, ഗവൺമെന്റിന്റെ പദ്ധതികളൊക്കെ നടപ്പാക്കുക എന്നത് നമ്മുടെ പൗരന്മാരുടെ കടമയാണ് എന്നുകൂടി ഓർത്തുകൊണ്ട് അതിൽ പരമാവധി അംഗങ്ങളെ ചേർത്തവർ അത് പുതുക്കുകയും ചെയ്തുകൊണ്ട് അതിൽ പങ്കാളികളാണ്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കുടുംബസുരക്ഷാ പദ്ധതി പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ ഏകദേശം 200-ലധികം ആളുകൾ അതിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇനിയും അതിൽ അംഗങ്ങളായി ചേരണം. ഹെൽത്ത് ഇൻഷുറൻസ് മാനേജർ നിതീഷ് മുഖ്യാതിഥിയായി. കുറഞ്ഞ പ്രീമിയത്തിൽ 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ലക്ഷങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷയും നിരവധി സാമ്പത്തിക ആനുകൂല്യങ്ങളും ഇൻഷുറൻസ് ക്യാമ്പയിനിന്റെ ഭാഗമായി പോളിസി എടുക്കുന്നവർക്ക് ലഭ്യമാകും. നിലവിൽ പോളിസി എടുത്തവർക്ക് പുതുക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുമായി സഹകരിച്ചാണ് ഇൻഷുറൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡയാലിസിസ് രോഗികൾക്കുള്ള ഫണ്ട് സമാഹരണവും വ്യാപാര ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ഒട്ടനവധി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇത്തവണ പെരിന്തൽമണ്ണ മർച്ചന്റ് യൂത്ത് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ യൂണിറ്റിൽ വ്യാപാരികളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി പോസ്റ്റൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ നടപ്പാക്കുന്നുണ്ട്. വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളെ ചേർത്തുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ തികച്ചും സൗജന്യമായി വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഡയാലിസിസ് സെന്റർ നടത്തുന്ന പൂക്കോട്ടുംപാടം യൂണിറ്റിനെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ആഗസ്റ്റ് 9 ഇന്നത്തെ കാരുണ്യ പ്രവർത്തനങ്ങളുമായി ഇവിടെ കളക്ഷൻ ശേഖരിച്ചുകൊണ്ട് പൂക്കോട്ടുംപാടം യൂണിറ്റിന് കൈമാറാൻ വേണ്ടിയിട്ടാണ് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷുറൻസ് പദ്ധതി വ്യാപാരികൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് യൂത്ത് വിംഗ് പ്രസിഡന്റ് കാജ മുഹ്യുദ്ദീൻ പറഞ്ഞു. വ്യാപാരികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന പോസ്റ്റൽ പേയ്മെന്റ് ബാങ്കുമായി സഹകരിച്ചിട്ടുള്ള ഇൻഷുറൻസ് ക്യാമ്പ്, അതുപോലെ തന്നെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡയാലിസിസ് സെന്ററിൽ നിന്നുള്ള ഫണ്ട് സമാഹരണം, അതുപോലെ തന്നെ ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കി വരുന്ന വ്യാപാര കുടുംബക്ഷേമ പദ്ധതിയുടെ ക്യാമ്പയിനും ഒക്കെ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ചടങ്ങിൽ കാജ മുഹ്യുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന വ്യാപാരി പ്രതിനിധി KM അച്യുതൻ, ലത്തീഫ് ടാലന്റ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ഫിറോസ് ഫസ്റ്റ്ക്രായ്, യൂത്ത് വിംഗ് സെക്രട്ടറി ഇബ്രാഹിം കാരയിൽ, അസോസിയേഷൻ സെക്രട്ടറിമാരായ ഷൈജൽ, ഗഫൂർ വള്ളൂരാൻ, ഒമർ ഷെരീഫ്, പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജനറൽ സെക്രട്ടറി PP സൈദലവി, വാര്യർ S ദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.